നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയുടെ തലവര തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു കാർഗിൽ യുദ്ധം. അവിടെ ബലിദാനികളായ വീരസൈനികരെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കാര്യം പാകിസ്ഥാൻ്റെ അഹങ്കാരം, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പർവേസ് മുഷറഫിൻ്റെ അമിത ആത്മവിശ്വാസം കൊണ്ടാണ് ഈ യുദ്ധം ഉണ്ടായതെങ്കിലും നമ്മുടെ സ്വയം പര്യാപ്തതയിലേക്കുള്ള കുതിപ്പ് ആരംഭിച്ചത് അവിടെ നിന്നാണെന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സ്വന്തമായ ഒരു നാവിഗേഷൻ സിസ്റ്റമൊക്കെ നമ്മൾ വികസിപ്പിച്ചെടുത്തത്. നിർണായക സമയത്ത് അമേരിക്ക നമ്മളോട് ചെയ്ത ഒരു ചതിയുടെ ഫലമായിരുന്നു അത്. എന്നാൽ ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് കാർഗിൽ യുദ്ധത്തിന് ശേഷം നമ്മൾ ഹെലികോപ്റ്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സംഭവമാണ്. നമ്മുടെ അഭിമാനമായ, അല്ലെങ്കിൽ അതിലുപരി നമ്മുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന HAL പ്രചണ്ഡിൻ്റെ ഉൽപ്പത്തിയാണ് പരിശോധിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ രാജ്യം ലക്ഷ്യം വയ്ക്കുന്ന IMRH പ്രോഗ്രാമിനെ കുറിച്ചും DBMRH പ്രോഗ്രാമിനെ കുറിച്ചും കൂടി നോക്കാം. കാർഗിൽ യുദ്ധത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സാധാരണഗതിയിൽ മഞ്ഞുകാലം വരുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അവരുടെ ബങ്കറുകൾ ഉപേക്ഷിച്ച് പിന്മാറാറുണ്ട്. പിന്നീട് കാലാവസ്ഥ അനുകൂലമാവുമ്പോൾ അവരവരുടെ തൽസ്ഥാനത്തേക്ക് തിരിച്ചു പോകാറാണ് പതിവ്. ഇത് വർഷങ്ങളോളം ഒരു അലിഖിത നിയമമായി തുടർന്നു. എന്നാൽ 1999 കാര്യങ്ങൾ മറിച്ചാണ് സംഭവിച്ചത്. ഇന്ത്യൻ സൈന്യം തങ്ങളുടെ പോസ്റ്റുകളിലേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ പർവേസ് മുഷറഫിൻ്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ ആ ഇടങ്ങൾ കൈക്കലാക്കുകയായിരുന്നു. ഇതറിയാൻ നമ്മുടെ സൈന്യം കുറച്ചൊന്ന് വൈകി. എന്നാൽ ഇതറിഞ്ഞ ഉടനെ തന്നെ രൂക്ഷമായ യുദ്ധമാണ് നമ്മുടെ മണ്ണ് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇന്ത്യൻ സൈന്യം കാഴ്ചവെച്ചത്. ഉയരത്തിലുള്ള ശത്രുവിനെ താഴെ നിന്നുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് ഏറ്റവും ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിരുന്നു. ഇതിന് ആവശ്യത്തിന് എയർ സപ്പോർട്ട് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇന്ത്യൻ എയർഫോഴ്സും ഇന്ത്യൻ ആർമിയോടൊപ്പം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയും മലനിരകൾക്കിടയിൽ കൂടി വിമാനമോടിക്കുക എന്ന ദുഷ്കരമായ ദൗത്യവും ഇന്ത്യൻ എയർഫോഴ്സിന് വെല്ലുവിളിയായി. ഇത് അവരെ പ്രകടനത്തെയും മോശമായി ബാധിച്ചു. അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ കൈവശമില്ലാത്തതിൻ്റെ കുറവ് രാജ്യം തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. ഈയൊരാവശ്യം സൈന്യം മുൻപേ തന്നെ മാറി മാറി വന്ന സർക്കാരുകളെ അറിയിച്ചിരുന്നതുമാണ്. പക്ഷേ അവരാരും ഇതത്ര ഗൗരവമായി എടുത്തില്ലായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ വല്ലഭന് പുല്ലും ആയുധം എന്ന തരത്തിൽ ഇന്ത്യൻ സൈന്യം കയ്യിലുണ്ടായിരുന്ന MI-17 അറ്റാക്ക് ഹെലികോപ്റ്ററുകളായി കൺവെർട്ട് ചെയ്യുകയായിരുന്നു. ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകളിൽ താൽക്കാലികമായി തോക്ക് ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ പ്രവൃത്തി. ഇക്കാലത്ത് ഒട്ടുമിക്ക സൈന്യങ്ങളും ചെയ്യാത്തൊരു സാഹസം തന്നെയായിരുന്നു ഇത്. പക്ഷേ സംഭവം ക്ലിക്കായി. അതോടെ ഇന്ത്യൻ വായുസേനയുടെ ആത്മവിശ്വാസവും വർദ്ധിച്ചു. യുദ്ധഗതി നമുക്കനുകൂലമായി. ഒടുവിൽ നാം വിജയിക്കുകയും ചെയ്തു. ഇത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കൊരു മാനം കൈവന്ന സംഭവം തന്നെയായിരുന്നു എന്ന് പറയാം. അങ്ങനെയാണ് എയർഫോഴ്സ് റാങ്കിങ്ങിലൊക്കെ നമ്മൾ ചൈനയെക്കാളും മുൻപിലെത്തിയതും. പക്ഷേ എന്തു തന്നെയായാലും നമ്മുടെ ഈ ന്യൂനത അന്നത്തെ സർക്കാരിനെയും പ്രതിരോധ വൃത്തങ്ങളെയും ഒക്കെ ഇരുത്തി ചിന്തിപ്പിച്ചു എന്ന് തന്നെ പറയാം. പിന്നീട് ഏത് വിധേനയും നമ്മുടെ കൈവശവും അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ ഉണ്ടാവണം എന്നുള്ള ഒരു തീരുമാനം രാജ്യം എടുക്കുകയായിരുന്നു. ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ മുടങ്ങിക്കിടന്ന മറ്റൊരു ഹെലികോപ്റ്റർ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം. അത് 1980കളിൽ തുടങ്ങിയ ഒരു പദ്ധതിയാണ്. അങ്ങനെ 2002 ആയപ്പോഴേക്കും HAL ധ്രുവ് എന്ന പേരിൽ ഹെലികോപ്റ്ററുകൾ പുറത്തിറങ്ങി. ഇതൊരിക്കലും ഒരു അറ്റാക്ക് ഹെലികോപ്റ്ററുകളായിരുന്നില്ല, മറിച്ച് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കാവുന്നവയായിരുന്നു. പക്ഷേ ഈ ധ്രുവ് എന്ന ഹെലികോപ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് ഒരു അറ്റാക്ക് ഹെലികോപ്റ്റർ വികസിപ്പിച്ചെടുക്കാനുള്ള ബ്ലൂ പ്രിൻ്റ് നമ്മൾ നിർമ്മിക്കുന്നത്. അങ്ങനെ 2006 പ്രചണ്ഡ് എന്ന പേരിലുള്ള നമ്മുടെ അറ്റാക്ക് ഹെലികോപ്റ്ററിൻ്റെ നിർമ്മാണം HAL ആരംഭിച്ചു. ഇത് അമേരിക്കയുടെ കൈവശമുള്ള അപ്പാഷെ ഹെലികോപ്റ്ററുകളെ പോലെ ഹെവി ഹെലികോപ്റ്ററുകളൊന്നും ആയിരുന്നില്ല, മറിച്ച് ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്ററുകളായിരുന്നു LCH. 2010 ഇതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്താൻ കഴിഞ്ഞു. വിവിധ കാലാവസ്ഥകളിലും വിവിധ ഭൂപ്രദേശങ്ങളിലും ഇത് ടെസ്റ്റ് ചെയ്തു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,000 അടി ഉയരത്തിലുള്ള ബേസിൽ നിന്നാണ് ഇത് ടേക്ക് ഓഫ് ചെയ്തതും ലാൻഡ് ചെയ്തതുമൊക്കെ. അതുപോലെ തന്നെ -18 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിലും ഇത് പരീക്ഷിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സർവീസ് സീലിംഗ് ഉള്ള ഹെലികോപ്റ്ററുകൾ എന്ന ഖ്യാതിയും ഇതിന് ലഭിച്ചു. 2 ക്രൂ മെമ്പേഴ്സാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമായി വേണ്ടത്, ഒരു പൈലറ്റും ഒരു ഗണ്ണറും. അത്യാധുനിക മിസൈലുകൾ ഘടിപ്പിക്കാനുള്ള പോഡും അതുപോലെ തന്നെ മികച്ച ഏവിയോണിക്സും ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ സൂട്ടിന്റെ ഭാഗമായുള്ള വാർണിംഗ് സിസ്റ്റവും. അത്ര എളുപ്പത്തിലൊന്നും ശത്രുക്കൾക്ക് ഇതിനെ തകർക്കാൻ കഴിയില്ലെന്ന് സാരം. 2012-13 ഇത് സേനയുടെ ഭാഗമാകുമെന്നാണ് കരുതിയിരുന്നത്.
പക്ഷേ പിന്നെയും വേണ്ടി വന്നു വർഷങ്ങൾ. ഒടുവിൽ 2022-ലാണ് ഇത് നമ്മുടെ സേനയുടെ ഭാഗമായത്. നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേയുടെ പണി പോലെയായിരുന്നു കാര്യങ്ങളെന്ന് ചുരുക്കം. നമ്മുടെ സേനയിൽ നിലവിലുള്ള പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ കൂടാതെ പുതിയതായി 156 എണ്ണം കൂടി പണി കഴിപ്പിക്കാനുള്ള ക്ലിയറൻസ് ആണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിന് ഏകദേശം 60,000 കോടി രൂപയ്ക്കടുത്താണ് പദ്ധതി ചെലവായി കണക്കാക്കുന്നത്. ഈ ഹെലികോപ്റ്ററുകളും കൂടി നമ്മുടെ സേനയുടെ ഭാഗമായി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഹെലികോപ്റ്ററുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 4-ാം സ്ഥാനത്ത് നമുക്ക് എത്താനാകും. നിലവിൽ നാം 9-ാം സ്ഥാനത്താണെന്ന് ഓർക്കണം. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ IMRH, DBMRH എന്നീ പ്രോഗ്രാമുകളിലേക്ക് വരാം. IMRH എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്റർ എന്നാണ്. അതായത് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ വിവിധ ഉദ്ദേശങ്ങൾ നേരിടാൻ ലക്ഷ്യം വെച്ച് നിർമ്മിക്കുന്നവയാണ്. നമ്മുടെ സേനയുടെ കൈവശമുള്ള ഏജ് ഓവറായിട്ടുള്ള MI-17 ഹെലികോപ്റ്ററുകൾ നേരത്തെ പറഞ്ഞതുപോലെ കാർഗിൽ യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവ റീപ്ലേസ് ചെയ്യാനുള്ള സമയമായി വരുന്നുണ്ട്. അതാണ് IMRH പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾക്കായി മൊത്തം 314 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇതിന്റെ പ്രിലിമിനറി ഡിസൈൻ റിവ്യൂവും ക്രിട്ടിക്കൽ ഡിസൈൻ റിവ്യൂവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിലെ സഫ്രാൻ എഞ്ചിൻ കമ്പനിയുമായും ധാരണയായിട്ടുണ്ട്. ഇതേ കമ്പനിയുടെ എഞ്ചിൻ തന്നെയാണ് നമ്മുടെ പ്രചണ്ഡ് ഹെലികോപ്റ്ററിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ DBMRHന്റെ കാര്യവും. ഡെക്ക് ബേസ്ഡ് മൾട്ടി റോൾ ഹെലികോപ്റ്റർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് DBMRH. ഡെക്ക് ബേസ്ഡ് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്ന സമാനമായ ഒരു പദ്ധതിയും നമുക്ക് നിലവിലുണ്ട്. അതായത് യുദ്ധക്കപ്പലിൽ നിന്ന് പ്രവർത്തിക്കാവുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും. IMRHനും DBMRHനുമൊക്കെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ക്ലിയറൻസ് ലഭിക്കേണ്ടതായി ഉണ്ട്. അതിനുശേഷം നമ്മുടെ പ്രധാനമന്ത്രി 2023 ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത ടുമാക്കുറുവിലുള്ള ഹെലികോപ്റ്റർ ഫാക്ടറിയിലായിരിക്കും ഇതിന്റെ നിർമ്മാണം നടക്കുക. ഇതിനിടയിൽ അമേരിക്കയിൽ നിന്ന് നേരത്തെ ഓർഡർ ചെയ്തിട്ടുള്ള 6 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ ഇനിയും എത്തേണ്ടതായി ഉണ്ട്. നേരത്തെ അമേരിക്കയിൽ നിന്ന് ലഭിച്ച 22 അപ്പാഷെ ഹെലികോപ്റ്ററുകൾ നമ്മൾ പത്താൻകോട്ടിലും ജോർഹട്ടിലുമായിട്ടാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേലോഡുകൾ വഹിച്ച് ഇവയ്ക്ക് കൂടുതൽ ദൂരം ശത്രുക്കളുടെ ടെറിട്ടറിക്കുള്ളിലേക്ക് കയറി ആക്രമിക്കാൻ കഴിവുണ്ടെങ്കിലും ഇവ പർവ്വതനിരകളിലേക്ക് അത്ര അനുയോജ്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളൊരു ഹെവി ഹെലികോപ്റ്റർ നിർമ്മിക്കാനുള്ള സാധ്യതകൾ HAL തള്ളിക്കളയുന്നതും. പ്രചണ്ഡിന്റെ ഇരട്ടി പേലോഡ് കപ്പാസിറ്റി അപ്പാഷെ ഹെലികോപ്റ്ററിന് വഹിക്കാൻ കഴിയും. ഇത് ഭാവിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ശത്രുവിന്റെ ടെറിട്ടറിയുടെ ഉള്ളിലേക്ക് കയറി ആക്രമിക്കാൻ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെയാണ് HALന്റെ ഈ തീരുമാനത്തെ പ്രതിരോധ രംഗത്തുള്ള ചിലരെങ്കിലും എതിർക്കുന്നത്. പ്രചണ്ഡിന്റെ നിർമ്മാണത്തിനായി നമ്മൾ 45% ഇൻഡിജീനിയസ് കമ്പോണൻസ് ആണ് ഉപയോഗിച്ചതെങ്കിൽ ഇനി വരാൻ പോകുന്ന IMRHലും DBMRHലും 75% ഇൻഡിജീനിയസ് കമ്പോണൻസ് ആയിരിക്കും ഉപയോഗിക്കുക. പ്രതിരോധ രംഗത്ത് വൻകിട കമ്പനികളെ കൂടാതെ അനേകം സ്റ്റാർട്ടപ്പുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരതിന് ആശംസകൾ. ജയ് ഹിന്ദ്.